അവൾ തൻ്റെ ആഗ്രഹത്തെ യേശുവിൻ്റെ മുമ്പിൽ ഏറ്റുപറഞ്ഞു. പ്രാണനാഥ, ആത്മാക്കൾക്ക് ഞാനൊരു ദീപമായി തീരും. ദിഗന്തം മുതൽ ദിഗന്തം വരെ സഞ്ചരിച്ച് അവിടുത്തെ നാമം ഞാൻ പ്രസംഗിക്കും. അവിശ്വാസികളുടെ നാടുകളിൽ മഹത്വമേറിയ അങ്ങയുടെ കുരിശ് ഞാൻ നാട്ടും. ഒരു മിഷൻ പോലും കൊണ്ട് മാത്രം ഞാൻ തൃപ്തിപ്പെടുകയില്ല. ഭൂഗോളത്തോളം മുഴുവൻ ഞാൻ ചുറ്റി സഞ്ചരിക്കും. ഞാനൊരു മിഷണറിയാകും. ഏതാനും വർഷങ്ങളിലേക്ക് മാത്രമല്ല, ലോകാരംഭം മുതൽ ലോകാവസാനം വരെ മിഷണറി വേല ചെയ്യുവാനാണ് എൻ്റെ ആഗ്രഹം. ഈ ആഗ്രഹം അവൾ പൂർത്തീകരിച്ചത് സ്നേഹത്തിലൂടെയും പ്രാർത്ഥനയുടെയും പരിത്യാഗത്തിലൂടെയുമാണ്. ഇങ്ങനെ ആവൃത്തി ജീവിതത്തിലേക്ക് വിളിക്കപ്പെട്ട ത്രേസ്യ ധ്യാനാത്മിക ജീവിതത്തിൻ്റെ അപ്പസ്തോലിക ഫലദായകത്തെ അനുഭവിച്ചറിഞ്ഞു. അവൾ എഴുതിയ സ്നേഹം പ്രവൃത്തികൾ വഴി തെളിയിക്കപ്പെടുന്നു. അങ്ങനെയല്ലേ യേശുവിനോടുള്ള സ്നേഹം പ്രകടമാക്കേണ്ടത്? വലിയ കാര്യങ്ങളൊക്കെ എനിക്ക് വിലപ്പെട്ടതാണ്. എൻ്റെ സ്നേഹം പ്രകടമാക്കേണ്ട ഏക വഴി എന്നത് പൂക്കളുടെ വിതറലാണ്. ഈ പൂക്കൾ ചെറിയ ത്യാഗത്തിൻ്റെയും ഉരുവാക്കലിൻ്റെയും ഒരു നോട്ടത്തിൻ്റെയും ഏറ്റവും ചെറിയ കാര്യങ്ങൾ സ്നേഹത്തെ നിറവേറ്റുന്നതാണ്. തൻ്റെ ദൈവവിളി തിരുസഭയുടെ ഹൃദയത്തിൽ സ്നേഹമാണെന്ന് ബോധ്യപ്പെട്ട കൊച്ചുത്രേസ്യ ആ സ്നേഹത്തിൽ കത്തിജ്വലിക്കുവാനും ആത്മാക്കളെ നയിക്കുവാനും തീക്ഷ്ണമായി ആഗ്രഹിച്ചു. യേശുവേ, സ്നേഹത്താൽ മാത്രമേ വീഴുകയുള്ളൂ എന്ന് എനിക്കറിയാം. തന്നിമിത്തം എൻ്റെ ഹൃദയത്തിന് ആശ്വാസം ലഭിക്കുവാൻ വേണ്ടി ഞാനൊരു മാർഗം അന്വേഷിച്ചു. അങ്ങനെ സ്നേഹത്തിന് പ്രതിസ്നേഹം സമർപ്പിക്കുവാൻ ഞാനത് കണ്ടെത്തി. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ.